ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീറ്റ് ചെയ്യണം. സിൽവറിൽ, അതായത് ഫോറക്സ് മാർക്കറ്റിൽ എങ്ങനെ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ സിൽവറിൻ്റെ മൊമെൻറ്റിലൂടെ കാണിക്കുന്നത്. സിൽവറിൻ്റെ 30 മിനിറ്റ്സിലെ ടൈം ഫ്രെയിമിൽ ഇന്ന് കിട്ടിയ ട്രേഡാണ്. മാർക്കറ്റ് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 21 ഒക്ടോബറിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡാണ്. നമുക്ക് മോർണിംഗിൽ അപ്രോക്സിമേറ്റ് 7:30 വന്ന ട്രേഡ് ഇപ്പോഴും ഡൗൺ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇപ്പോഴും ഡൗൺ സൈഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ് അവിടെ ധൈര്യമായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ എപ്പോഴും ആക്യുറേറ്റ് ആയിട്ട് ടൈം ഫ്രെയിം വരുന്നത് നമുക്ക് 30 മിനിറ്റ്സ് ആണ്. 5 മിനിറ്റ്സ് നമ്മൾ സ്കാൽപ്പിംഗ് ട്രേഡാണ്. പെട്ടെന്ന് ട്രേഡ് എടുക്കാം. ഒരുപാട് സിക്കിൾ കിട്ടും, ഒരുപാട് റിവേഴ്സലും ചാൻസ് കൂടുതലാണ്. പക്ഷേ 5 മിനിറ്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയ ട്രേഡുകൾ, ഇപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂവേഷൻ പോകുന്ന സാധ്യത അടുത്ത ട്രേഡ് എവിടെ പിടിക്കണം എന്ന കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ 5 മിനിറ്റ്സിലൂടെ സാധിക്കും. അപ്പോൾ ഇന്നത്തെ സിൽവറിൽ നമ്മുടെ സോഫ്റ്റിൽ 30 മിനിറ്റ്സിൽ വന്ന ട്രേഡാണ്. നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ 8.1 വന്ന ട്രേഡാണ്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് മാർക്കറ്റ് കറക്റ്റായിട്ട് തിരിച്ചറിയാം. എക്സ്ട്രാ കളർ വഴി നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡ് ആക്യുറേറ്റ് ട്രേഡുകളും സ്ട്രോങ് ബ്രേക്കൗട്ടും തിരിച്ചറിയാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് സിൽവറിൽ നമുക്ക് 7:29 നമുക്ക് ആക്ച്വലി സോഫ്റ്റ് സെൽ ട്രേഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ടാർഗറ്റുകൾ നമുക്ക് 3 ടാർഗറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ വന്ന സമയത്ത് തന്നെ നമുക്ക് താഴത്തെ ലെവല് കൺഫർമേഷൻ ബാർ റെഡിലേക്ക് വന്നു. ക്യാൻഡിൽ കളർ റെഡിലേക്ക് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു ഹൈക്ക്, അതായത് ഒരു ലോങ് ക്യാൻഡിൽ അവിടെ അടിച്ചിറങ്ങി കൺഫേം ആയതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടുന്നാണ് നമ്മൾ അവിടുന്ന് തിരിച്ച് ചെറുതായിട്ട് കയറി പിന്നെ ഒരു ബ്രേക്കാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഒരു ഹ്യൂജ് ഡൗൺ തന്നെയായിരുന്നു. 2-3 പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് താഴ്ത്തിറങ്ങി. അപ്പോൾ പക്ഷേ 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടുന്ന് അതിൽ നമുക്ക് അതിന് മുമ്പ് സെല്ല് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും നമുക്ക് ഡൗൺ ട്രേഡ് തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് സിഗ്നൽ അതിൻ്റെ ഇടയ്ക്ക് ഫോം ആയിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ രാവിലെ ബൈ, അത് കഴിഞ്ഞ് സെല്ല്, പിന്നെ ബൈ, പിന്നെ സെല്ല്, പിന്നെയും സെല്ല്. അപ്പോൾ നോക്കുകയാണെങ്കിൽ സെല്ല് തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് മാർക്കറ്റും തിരിച്ചിറങ്ങി, പിന്നെ ഇടയ്ക്കൊന്ന് കയറാൻ നോക്കി, പിന്നെയും ഡൗൺ അടിച്ചു. അങ്ങനെ ഇവിടെയൊക്കെ ചെറിയ ട്രേഡുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ 5 മിനിറ്റ്സിലിട്ട് നമുക്ക് നോക്കി ചെയ്യാം. ഇപ്പോൾ ഇടയ്ക്ക് ഇവിടെ ട്രേഡ് മിസ്സാണെങ്കിൽ നമുക്ക് അടുത്ത ട്രേഡ്, ഇപ്പോൾ ഇവിടെ ഒരു ബൈ സൈഡ് ഇല്ല, പിന്നെയും സെല്ല് ഇറങ്ങുമെന്ന് മാർക്കറ്റ് അവിടെ പറയുന്നുണ്ട്. ഡൗൺ സൈഡിൻ്റെ അവിടെ ഇൻഡിക്കേഷൻ സോഫ്റ്റ് തന്ന സമയത്ത് അവിടുന്ന് തന്നെ എടുക്കാമായിരുന്നു. താഴെ ഓൾറെഡി ട്രെഡ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അവിടുന്ന് തന്നെ എടുക്കാം. അവിടുന്ന് നല്ലൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് മാർക്കറ്റ് താഴ്ത്തിറങ്ങി 2 പ്രാവശ്യം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സപ്പോർട്ട് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. അപ്പം നമുക്ക് സ്ട്രോങ് ബ്രേക്കാണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് സൈഡ് വേസ് മാർക്കറ്റ് എക്സ്ട്രാ കളറിലൂടെ കാണിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡ്, അതായത് ചെറിയൊരു മാർക്കറ്റ് കയറിയിട്ടുണ്ട്. പക്ഷെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബൈ സൈഡ് ഇൻഡിക്കേഷൻ ഇല്ല. ഒരു സെല്ല് തന്നെ, മാർക്കറ്റ് ഡൗൺ തന്നെയാണ് ചാൻസ് ഇപ്പോഴും കാണിച്ചത്. അതായത് സ്ട്രോങ് ബ്രേക്ക് ഇല്ല അവിടെ. പിന്നെ അടുത്ത ട്രേഡ് നമ്മൾ ഇതുവരെ ട്രേഡ് എടുത്തില്ല, ഇനി അടുത്തൊരു ബ്രേക്ക് താഴേക്ക് ഇനി ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം. അഥവാ ബൈ ഇൻഡിക്കേഷൻ പോകാൻ അവിടെ കൺഫർമേഷൻ വരും. ആ സമയത്ത് നമ്മൾ ട്രേഡ് എടുത്തു വിട്ടാൽ മതിയാവും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ 5 മിനിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇത്ര അടിച്ചിറങ്ങിയിട്ട് ഒരു പെട്ടെന്നുള്ളൊരു ഹൈക്കായിരുന്നു. അവിടെ നമ്മൾ ട്രേഡ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി അതായത് പെട്ടെന്ന് സഡൻ ട്രേഡ് നമുക്ക് പിടിക്കാൻ പറ്റില്ല. എടുക്കണമെന്നുള്ള റിസ്ക് ആണ്. അത് സോഫ്റ്റ് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷനെ കുറച്ചുകൂടെ മനസ്സിലാകാൻ, അതായത് ഫ്രഷേഴ്സിനൊക്കെ മനസ്സിലാകാൻ വളരെ എളുപ്പമുള്ള സ്ട്രാറ്റജി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്കാൽപ്പിംഗ് ഇൻട്രാഡേ 5 മിനിറ്റ്സ് ആണ് ചെറിയ ട്രേഡുകൾ നമ്മൾ സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട്. അതിൽ 30 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. അപ്പോൾ ഇന്നത്തെ ഗോൾഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്കാൽപ്പിങ്ങിൽ വന്ന ട്രേഡ് നോക്കുകയാണെങ്കിൽ സ്കാൽപ്പിങ്ങിൽ നമുക്ക് മോർണിംഗിൽ ഡൗൺ ഇറങ്ങി. പക്ഷെ ഒരുപാട് നമുക്ക് മാർക്കറ്റ് അത്ര അങ്ങോട്ട് സ്ട്രോങ് ഡൗൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബൈ പോയി, അത് കൺഫേം അല്ലാതെ തിരിച്ച് മാർക്കറ്റ് പിന്നെ ഇറങ്ങി. അവിടെ നല്ലൊരു ഡൗൺ സൈഡ് ലാസ്റ്റ് വന്നതിൽ നിന്ന് അപ്രോക്സിമേറ്റ് 63 പോയിന്റ്സ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. 4324 നിന്ന് ട്രേഡ് പോയതാണ്. 3 ടാർഗറ്റ് മേടിച്ചിട്ട് ഇപ്പോഴും താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാന്ന് തന്നെയാണ് സോഫ്റ്റ് പറയുന്നത്. അപ്പോൾ ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.